Thank you, Emmanuel Youth, for the wonderful song. Hope you all enjoyed it. Next, I would like to call upon Rabbi Samuel T. Varghese Achan to welcome the gathering. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ എറണാകുളം സെന്റർ യുവജന സഖ്യത്തിന്റെ ഹോൾഡ് ഓൺ സീരീസിലെ 12ാമത്തെ സീരീസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് തിരുവാങ്കുളം ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യത്തിന് ലഭിച്ച ഈ വലിയ ഭാഗ്യ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. We are truly honored and privileged to host this Hold On Series 12, and I would like to welcome all the dear ones who are participating in this session through this platform, or Zoom platform. Let me welcome first our President Achan, Reverend Rona Kora Thomas Achan. He is our Center President as well as the Youth Chaplain for Ernakulam Center. പ്രിയ അച്ഛനെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ തിരുവാങ്കുളം ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യ ഗായക സംഘത്തെ പ്രത്യേക അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. വിശേഷാൽ ഗാനങ്ങൾ ആലപിച്ച എല്ലാ യുവജന സഖ്യാംഗങ്ങളെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഇന്ന് നമുക്ക് മുഖ്യ വിഷയം പങ്കുവെക്കുന്നത്
ശ്രീ ഫ്രാൻസിസ് മൂത്തേടൻ റഫേൽ സാറാണല്ലോ. അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് നമ്മുടെ തിരുവാങ്കുളം ശാഖ സെക്രട്ടറി നിതിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ വളരെ മീനിങ് ആയിട്ടുള്ള ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവം നിയോഗിച്ച ഈ കർത്തൃദാസനെ എല്ലാവരുടെയും പേരിൽ ഈ എറണാകുളം സെന്റർ യുവജന സഖ്യ ഹോൾഡ് ഓൺ സീരീസിലേക്ക്, പ്രത്യേകിച്ചും തിരുവാങ്കുളം ഇമ്മാനുവൽ മാർത്തോമ യുവജന സഖ്യത്തിന്റെ പേരിൽ സാറിനെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അച്ഛന്മാർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ യുവതി യുവാക്കൾ, ഫ്രണ്ട്സ്, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ആരെല്ലാം ഈ പ്ലാറ്റ്ഫോമിലുണ്ട് അവരെല്ലാം കർത്തൃനാമത്തില് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് നൽകി തരുന്ന എമിൽ ജോർജ് മാത്യു പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് MC-കളായി പ്രവർത്തിക്കുന്ന മിസ് റിങ്കു പൗലോസ്, മിസ് മന്ന മറിയം, എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂടിവരവ് വളരെയേറെ കാലികമായിട്ടുള്ള വിഷയം സംഗതമാക്കി തീർക്കാൻ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Achan, for the warm welcome. Now I welcome Mr. Nithin Matthew Thomas to introduce our chief guest. Let me introduce Mr. Francis Moothedan Raphael to you all. He is currently perusing online instructor-led course on school-based prevention intervention conducted by Drug Advisory Program of the Plan and ISSUP. He is a prominent global trainer on drugs and crime and substance use disorder treatment in both child and adult addiction. He continuously conducts online training and webinars on rehabilitation, life skills, parenting, and stress management. He is a member of the following: International Society of Substance Use Prevention and Treatment Professional, ISSUP, Indian Association of Social Psychiatric, former executive member of Indian Society of Psychiatric Social Work, Kerala Association of Professional Social Work. He also serves as the General Secretary of Federation of Indian Non-Governmental Organization Against Drug Abuse Prevention on Kerala chapter and resource person of NISD, National Institute of Social Defense, New Delhi, and SLCA state level coordinating agency, Changanasheri on substance disorders. He is an international certified addiction professional from Global Center for Credentialing and Certification, GCC, the Colombo Plan 2. He has done his master's in sociology, childcare and education, psychology and social service. We are so lucky to have him as our guest in this meeting. Now, I heartily welcome Mr. Francis Moothedan Raphael to share his thoughts and views. എല്ലാവർക്കും സഹാന വേളയുടെ സ്നേഹവന്ദനം. ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റത്തിന് തയ്യാറാകേണ്ട സത്യത്തിൽ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു. എൻ്റെ ഈ പ്രായത്തിൽ ഒരുപക്ഷെ എനിക്ക് കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നു എന്നതിൻ്റെ ഒരസൂയ. അപ്പോൾ അസൂയയും ഒരു തരം മാനസിക രോഗമാണ് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. നാർസിസം അങ്ങനെയുള്ള
പേഴ്സണാലിറ്റിയിൽപ്പെട്ട ആളുകളാണ് അസൂയക്കാരെന്നാണ് പറയുക. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊന്നും Yes, sir. ഓക്കെ, കേൾക്കുന്നുണ്ട്. കേൾക്കാത്ത സമയത്ത് എന്നെ അറിയിക്കണം കേട്ടോ. കാരണം ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കുഴപ്പം, ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയ് ഫ്രണ്ടിനോട് കിന്നാരം പറഞ്ഞിരിക്കാം. പക്ഷെ എനിക്കത് പറ്റില്ലല്ലോ, ഞാനാണല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടാലാണ് എനിക്കൊരു ആവേശവും മോട്ടിവേഷനൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെ ആകാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ സാധിക്കുമോ? ബൈ ദ വേ, എല്ലാവരും ഇംഗ്ലീഷും മലയാളം മനസ്സിലാക്കുന്നവരാണല്ലോ അല്ലേ? ഇസ് ദർ എനിവൺ ഹു ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം? ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചേട്ടോ. മലയാളം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മലയാളം ഓക്കെയാണ് സാർ. ഓക്കെ. എന്താ വെച്ചാൽ അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മൾ മലയാളികളല്ലാത്തത് കൊണ്ടല്ല. ചില സന്ദർഭങ്ങളിൽ ക്ലാസ് കഴിയുമ്പോഴേ അറിയുന്നത് അതിനകത്ത് ഒരാൾ മലയാളം അറിയില്ലാത്ത ആളാണ്. ഞാൻ ഈ പ്രീ മാരേജ് കോഴ്സ് എടുക്കുന്നയാളാണ്. 25 വർഷമായിട്ട് കത്തോലിക്ക സഭയിലും യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലൊക്കെ പ്രീ മാരേജ് കോഴ്സ് എടുക്കുന്നയാളാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം അമേരിക്കയിലും മറ്റും സ്ഥിരതാമസമാക്കിയ ആളുകൾ വന്നിരിക്കും. അവർക്ക് ഞാൻ പറയുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാകാതെ വരും. ആശയവിനിമയത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തായാലും നമുക്ക് മലയാളം തന്നെ ഉപയോഗിക്കാം. നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതും നമുക്ക് വഴങ്ങുന്നതും ഒക്കെ മലയാളം തന്നെയാണ്. അതുകൊണ്ട് എന്തു പറയുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച്? നിങ്ങൾ വെറുതെ ഇരിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ പറയുമ്പോൾ അല്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. ഇതൊരു ഇൻ്ററാക്റ്റീവ് സെഷനാണ്. ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. ഈ സൂം എന്ന് പറയുന്ന ആപ്പ് വന്നതിൻ്റെ പിറ്റേ മാസം ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല നിങ്ങളുടെ ഓടൊപ്പം ഇൻ്ററാക്റ്റീവ് സെഷൻ എടുക്കാൻ. എനിക്കും അതുമാണ് ആഗ്രഹം. അതുകൊണ്ട് പറയൂ കുഞ്ഞുങ്ങളെ, യുവ രാജാക്കന്മാരോ യുവ സുഹൃത്തുക്കൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കാകും. ആരെങ്കിലും ഒന്ന് പറയൂ, ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഹലോ, ആരും എടുത്തില്ല. തെറ്റ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, തെറ്റണം, അതാ ശരി. ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ മോശമാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് ശക്തിയില്ല, യുവജനങ്ങളെ കൊണ്ട് യാതൊരു ഗുണമില്ല എന്നുള്ളൊരവസ്ഥ വരരുത്. നിങ്ങളൊക്കെ വളരെ സ്മാർട്ടാണെന്ന് എനിക്കറിയാം. ആൻഡ് വെരി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. കം ഓൺ പ്ലീസ്. യെസ് സാർ. അപ്പം കോവിഡ് വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ ഡിജിറ്റൽ ഇതിലേക്ക് മാറി. അപ്പം ആൾക്കാര് കൂടുതൽ വ്ലോഗിങ്ങിലേക്കും ഡിജിറ്റൽ ആയിട്ട് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്താമോ അതിലൊക്കെ പോയിട്ടുണ്ട്. അതൊരു സൈഡിലൊരു നല്ല വശമാണ്. കുറെ പോസിറ്റീവ്സ്, മേ ബി ഐസൊലേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറെ വഴികൾ അത് തുറന്നു തന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി അതിൻ്റെതായിട്ടുള്ള കുറെ നെഗറ്റീവ് വശങ്ങളുണ്ട്. നമ്മൾ അറിയാണ്ടും സബ് കോൺഷ്യസ് ആയിട്ട് കുറെ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിൽ അങ്ങ് ഉൾപ്പെട്ട് പോകാണ്ട് അതിന്റെ നെഗറ്റീവ്സ് നമുക്ക് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേജിൽ എത്തണം എന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു ക്ലാസ് എന്നാണ് എൻ്റെ ഒരു. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞ ആളുടെ പേരൊന്ന് പറയൂ. നീമ. നീമ. നീമ വിവാഹിതയാണോ? അല്ല. ബോയ് ഫ്രണ്ട് ഉണ്ടോ? പരസ്യമായിട്ട് പറയാൻ പാടില്ലെങ്കിൽ പറയരുത്. ഇല്ല അച്ഛൻ. അല്ല, ഇല്ല സർ. അപ്പോൾ ഐ കൺസിഡർ യു ആസ് എ വെരി ബാഡ് ഗേൾ. എന്താ കാരണം എന്നറിയാമോ? ഈ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്ന വാക്കിന്റെ അർത്ഥം താങ്കളും മലയാളിയുടെ അർത്ഥത്തിലാണ് കണ്ടത്. അതാണ്
താങ്കളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ബോയ് ഒരു ആൺകുട്ടി തൻ്റെ ഫ്രണ്ടല്ലേ, പിന്നെ എങ്ങനെയാ ബോയ് ഫ്രണ്ട് ഇല്ലാതിരിക്കുന്നത്? അതെ, ബെസ്റ്റ് ഫ്രണ്ട്സ്. യാ, അപ്പോൾ നിമാനെ കുറ്റം പറയാനല്ല, എനിക്ക് പറയേണ്ടത് ഇതാണ്. നമ്മൾ മലയാളികൾ പൊതുവെ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വശങ്ങൾക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ പറയുന്ന ഞാനും നെഗറ്റീവാണ്. ഓക്കെ, നിങ്ങൾക്ക് എതിർക്കാം. താങ്കൾ പറഞ്ഞതുപോലെ കോവിഡ് വന്നതിന് ശേഷം ഒത്തിരി അധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾക്കൊക്കെ ചില നെഗറ്റീവ് വശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. പക്ഷേ നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് പോസിറ്റീവ് പറയുക എന്നതാണ് എൻ്റെ ഒരു ശീലം. അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയട്ടെ, കോവിഡ് എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ദോഷം ചെയ്യുന്ന ഒരു സാധനമാണെങ്കിലും മനുഷ്യന് ഒരുപാട് നന്മകൾ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കോവിഡ് ചൈനയിൽ നിന്നും ഉദ്ഭവിച്ച, ഒറിജിനേറ്റ് ചെയ്ത ഈ കോവിഡ്, ഈ മഹാമാരി നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ തകിടം മറിച്ചിട്ടുണ്ട്. പക്ഷെ അതേ ചൈനക്കാരുടെ ഭാഷയിൽ ക്രൈസിസ് എന്ന വാക്കിന് അർത്ഥം, അതായത് നമ്മൾ ഈ കോവിഡ് സൃഷ്ടിച്ച ഒരു ക്രൈസിസ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും നാം ഈ കാലവും കടന്നു പോകും എന്ന് നമുക്ക് ശുഭാപ്തി പ്രതീക്ഷയുണ്ടെങ്കിലും ഈ ക്രൈസിസ് സൃഷ്ടിച്ച ഈ അവസ്ഥയ്ക്ക് ചൈനീസ് ഭാഷയിൽ ക്രൈസിസ് എന്ന വാക്കിനർത്ഥം രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായതാണ്. ഡേഞ്ചർ എന്നും ഓപ്പർച്യൂണിറ്റി എന്നും ഉള്ള രണ്ട് വാക്കുകളിൽ നിന്നാണ് ചൈനീസ് ഭാഷയിൽ ക്രൈസിസ് ഉണ്ടായത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, കോവിഡ് ഈസ് നോട്ട് എ ഡേഞ്ചർ, ബട്ട് ഇറ്റ്സ് an opportunity. It's an opportunity to learn. ഇതൊരവസരമാണ്, പഠിക്കാനുള്ള അവസരം. ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും മതാചാരങ്ങളെക്കുറിച്ചും സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ചും നമുക്കൊരു തിരിച്ചറിവ് തന്ന കാലഘട്ടം. ഇന്ന് കോലഞ്ചേരിയിലെ വാടകത്തെ എൻ്റെ സ്വഭവനത്തിലിരുന്ന് എൻ്റെ ഭാര്യയും മക്കളും കേൾക്കത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇരുന്ന് നിങ്ങൾ എന്നെ ശ്രവിക്കുന്നെങ്കിൽ അത് കോവിഡ് തന്ന ഒരു വരദാനമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ജീവിതത്തിലെ പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരു ഓപ്പർച്യൂണിറ്റിയായി കാണാൻ നാം പഠിക്കണം. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, ഐ ഹാവ് നത്തിങ് ടു പ്രോമിസ് യു ബട്ട് ഗിവ് യു ക്രോസസ്. ജീസസ് സത്യത്തിൽ നമുക്കൊന്നും പ്രോമിസ് ചെയ്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന വൈദിക ശ്രേഷ്ഠർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വാക്കുകൾ തെറ്റാണെങ്കിൽ അവർക്ക് തിരുത്താം. ഞാൻ പഠിച്ച ബൈബിളിൽ, ഞാൻ മനസ്സിലാക്കിയ ബൈബിളിൽ ജീസസ് പഠിപ്പിച്ചത് വാഗ്ദാനങ്ങളല്ല, മറിച്ച് കുരിശാണ്. He gave us crosses to carry. ആ ക്രൂശിത രൂപത്തിൽ ജീവത്യാഗം ചെയ്ത അദ്ദേഹം നമുക്ക് ആ മഹാനുഭാവി എന്ന് ഞാൻ വിളിക്കും. ഈശ്വരൻ നമുക്ക് തന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും സ്വമനസ്സാലെ സ്വഇഷ്ടപ്രകാരം സന്തോഷത്തോടെ ചുമക്കാനാണ്. കോവിഡിൻ്റെ ഈ പ്രതിസന്ധിയിൽ നമ്മൾ പതറിപ്പോകാതിരിക്കണമെങ്കിൽ ഈ ആശയം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ കോവിഡ് സൃഷ്ടിച്ച ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നാം കണ്ടുപിടിച്ച ചില കാര്യങ്ങളിൽ ഒന്നാണ് യൂട്യൂബ് ചാനലുകളും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും അത്തരത്തിലുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒന്നാണ് വ്ളോഗിങ്. രണ്ടും രണ്ടർത്ഥത്തിലാണ്, പക്ഷെ ഒന്ന് തന്നെ. ബ്ലോഗ് എഴുത്താണെങ്കിൽ മറ്റത് ചിത്രീകരണമാണ്, ഫിലിമിംഗ്. അപ്പോൾ വ്ളോഗിങ്
ഇതിനും ബ്ലോഗിങ്ങിനും അതിൻ്റെ നന്മകളുണ്ട് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഈശ്വരവിശ്വാസം, ശാസ്ത്രീയ അറിവുകൾ, വ്യക്തികളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ചിന്താരീതികൾ എല്ലാം മനുഷ്യനിലേക്ക് എത്തിക്കാൻ വളരെയധികം പ്രയോജനകരമായ ഒരു മാധ്യമമാണ് ഈ ഇൻ്റർനെറ്റ് മാധ്യമങ്ങൾ. വ്ളോഗിംഗ് അതിൽ വളരെ പ്രസക്തമാണ്. പക്ഷേ ഈ വ്ളോഗിംഗ് ആർക്ക് ചെയ്യാം, ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുകൂടി നാം പഠിക്കണം. സ്വർണം അതിമനോഹരമാണ്. സ്വർണം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ആ സ്വർണം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ, നവമാധ്യമങ്ങളുടെ ഉപയോഗവും. നമ്മൾ പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞു. പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല വിവാദങ്ങളിലും എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകൾക്ക് പല കെണികളിലും പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടേണ്ട വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൗമാരക്കാരിൽ അതിവേഗം സൂപ്പർസോണിക് വേഗതയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ്, ഒരു ശീലമാണ് ബ്ലോഗിംഗ്. വളരെ ഈസിയായി ഒരു സാധാരണ ക്യാമറ ഉപയോഗിച്ച് ജീവിതത്തിലെ രസകരവും ദുഃഖപൂർണവുമായ കാഴ്ചകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക. പക്ഷെ ആ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം പക്ഷേ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ എത്തിക്കുക എന്നതാണെങ്കിൽ അത് ക്രിസ്തീയം എന്ന് ഞാൻ പറയും. ഐ കോൾ ഇറ്റ് ക്രിസ്ത്യൻ. ഐ കോൾ ഇറ്റ് സംതിങ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുമ്പോൾ ഇൻ ജനറൽ ടേം ഗുഡ്, ഗ്രേറ്റ് എന്ന വാക്കാണ് അർത്ഥം. അപ്പം ജനങ്ങളിൽ അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ എത്തിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ യുവാക്കളിൽ പലരും അത്തരമൊരു ഉദ്ദേശമല്ല പലപ്പോഴും കാണിക്കുക. നമ്മൾ സാധാരണ പറയുന്നത് പോലെ വൈറലാകണം, പേരെടുക്കണം, പണമുണ്ടാക്കണം. അപ്പം അതിൻ്റെ പിന്നിൽ പണത്തിൻ്റെ ഒരാർത്തി, പ്രശസ്തിയുടെ ഒരാർത്തിയുണ്ട്. ഇങ്ങനെ ആർത്തിയുടെ പിന്നാലെ പോകുമ്പോൾ സംഭവിക്കുന്ന ചില ചതിക്കുഴികളും ചില അനാവശ്യ കാര്യങ്ങളിലും നമ്മൾ ചെന്ന് ചാടും. അതാണ് ബ്ലോഗിങ്ങിൻ്റെ നെഗറ്റീവ് വശം. ഇത് നിങ്ങളോട് ഞാൻ സംവദിക്കുമ്പോൾ ടോൾസ്റ്റോയുടെ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ദൈവം ഒരു മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടു. അയാൾ ദൈവത്തോട് ഒരു വരം ചോദിച്ചു. അപ്പൊ ദൈവം അദ്ദേഹത്തിന് ഒരു വരം കൊടുത്തു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ ഭൂമിയിൽ നിനക്ക് നടന്ന് എത്തിച്ച് എടുക്കാവുന്നതെല്ലാം എടുത്തോളൂ. അങ്ങനെ മനുഷ്യൻ പുലരുന്നതിന് മുമ്പേ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു. പ്രദോഷത്തിന് മുമ്പ്, സായാഹ്നത്തിന് മുമ്പ്, സൂര്യാസ്തമയത്തിന് മുമ്പ് തനിക്ക് നടന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രദേശം മുഴുവനും തൻ്റെ അധീനതയിലാക്കുവാൻ അയാൾ വെമ്പലോടെ നടക്കുകയല്ല, ഓടുകയല്ല, എന്നാൽ ഓടിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അയാൾ വെള്ളമോ ഭക്ഷണമോ കഴിച്ചില്ല, വിശ്രമമില്ല, അല്പം നേരം പോലും നിന്നുപോലുമില്ല. അയാളുടെ ഹൃദയത്തിന് വേണ്ട താളവും ഹൃദയത്തിന് വേണ്ട ആരോഗ്യവും അയാൾ നൽകിയില്ല. അയാൾക്കൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നു: പണം, ആർത്തി. അത് പ്രദോഷത്തിന് മുമ്പ്, സൂര്യാസ്തമയത്തിന് മുമ്പ് നേടുക, അതായിരുന്നു അയാളുടെ ലക്ഷ്യം. പക്ഷെ നിർഭാഗ്യം, വൈകുന്നേരം അടുത്തതോടെ, സൂര്യാസ്തമയത്തോടെ അയാൾ തളർന്നു വീണു, ഇഹലോകവാസം വെടിഞ്ഞു. ബ്ലോഗിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെ പോകുന്ന നമ്മുടെ ചെറുപ്പക്കാർ ഈ ചതിക്കുഴി മനസ്സിലാക്കുന്നില്ല. ഒരു രസത്തിനും ഒരു തമാശയ്ക്കും വേണ്ടി
പണത്തിനും വേണ്ടി എല്ലാവരും ഇങ്ങനെ ബ്ലോഗിങ്ങും ചെയ്താൽ അത് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ രീതിയിൽ ചെയ്യുന്നതിന് ഓക്കെ, പക്ഷെ അതിനപ്പുറം അതിൽ പെട്ടുപോകുകയാണ്. അത് രോഗമായി മാറുന്നു, അതൊരു ദുശീലമായി മാറുന്നു. അത് മറ്റുള്ളവരെ കളിയാക്കാനും മറ്റു മതങ്ങളെ മോശമായി കാണിക്കാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അത് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കാനുമൊക്കെ ഉള്ള വ്യഗ്രതയോടെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അയാൾ അറിയാതെ തന്നെ ടോൾസ്റ്റോയുടെ കഥയിലെ ആ ആർത്തിക്കാരനായ ആർത്തിപൂണ്ട മനുഷ്യൻ്റെ ജീവിതാവസ്ഥയിലേക്ക് അയാൾ തള്ളപ്പെടും. എന്തായാലും ഞാനൊരു ചെറിയ പവർ പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കതൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ വേഗം ഓരോ കാര്യങ്ങൾ പറയും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയും. ഓക്കെ, ഞാൻ പവർ പോയിൻ്റ് ഉണ്ടാക്കിയത് ഇന്നത്തെ കുട്ടികൾക്കും എല്ലാവർക്കും കാഴ്ചയിലൂടെ വിഷ്വൽ ലേണിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി പറയാനുണ്ടെങ്കിൽ പറയാം. പ്ലീസ്. നിമ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ആ മറുപടി തന്നെ. അടുത്തവരാരെങ്കിലും എന്തെങ്കിലും പറയുന്നോ? ഹലോ, ആർ യു ദേർ? യെസ് സർ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടോ? എന്തെങ്കിലും പറയുന്നോ? ഇല്ല സർ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബ്ലോഗിംഗ് ഒക്കെ എന്താണ്. വളരെ സിമ്പിളാണ്, മലയാളത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാലോ അല്ലേ? ഇതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ചിന്തകളും ഒരു ചലച്ചിത്ര ആവിഷ്കാരങ്ങളാക്കി മാറ്റി ജനങ്ങളുടെ മുമ്പിൽ പ്രക്ഷേപണം ചെയ്യുക. അതാണ് ബ്ലോഗിംഗ്. ഒരു വീഡിയോ പ്രസൻറ്റേഷൻ. ബ്ലോഗിംഗ് എഴുത്താണ്. ബ്ലോഗിംഗ് ഇൻസ്റ്റന്റേനിയസ്ലി തൽക്ഷണം കൊണ്ടുവരുന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ അതാണ് ബ്ലോഗിംഗ്. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം മീഡിയാസ് ചാനലുകളാണ് ഇതിനായി ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ എഴുതാത്ത ഒരുപാട് ചാനലുകളുണ്ട്. ലൈക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല മാധ്യമങ്ങളും, ക്ലബ് ഹൗസ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ചില ആളുകൾ ക്ലബ് ഹൗസ് വ്ളോഗിങ്ങിനായി ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരൊരു മാറ്റർ കൊണ്ടുവരും, അതിൽപ്പെട്ട എല്ലാവർക്കും കൊടുക്കും, അത് ഡിസ്കഷൻ വയ്ക്കും, എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അതിലൂടെ ചിത്രീകരിക്കുന്ന സംവിധാനമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മെയിൻലി യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ടിക്ടോക്ക് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് യൂട്യൂബാണ്. അപ്പം ഇതൊക്കെയാണ് ആ മാധ്യമങ്ങൾ. ഇതൊക്കെ ഞാൻ ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഈ വ്ളോഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ശാസ്ത്രീയമായി പറയേണ്ട ഒരു വാക്കാണ് ഡോപ്പമിൻ. എന്താണ് ഡോപ്പമിൻ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഡോപ്പമിൻ? ഹലോ, കേട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഡോപ്പമിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോണുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനായി സഹായിക്കുന്ന ഒരു രാസവസ്തുവാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ പ്ലഷർ തരുന്ന, സുഖാനുഭൂതി തരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമുക്കറിയാം നമ്മുടെ തലച്ചോറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തലച്ചോറിൽ ഒരേ സമയം അനേക ആശയങ്ങളുടെ കൈമാറ്റം നടക്കപ്പെടുന്നുണ്ട്, സംവാദം നടക്കപ്പെടുന്നുണ്ട്. അവിടെ ആശയങ്ങൾ, വിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ഒന്നാണ് ഡോപ്പമൈൻ.
അതിനെ മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഒരു നാഡിയിലേക്കോ പേശിയിലേക്കോ ഒരു സംജ്ഞ, ഒരു സന്ദേശം കടത്തിവിടുന്നതിനായി നാഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസപദാർത്ഥമാണ് ഡോപ്പമൈൻ. മസ്തിഷ്കത്തിലെ തലച്ചോറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാസപദാർത്ഥമാണ് ഡോപ്പമൈൻ. ഒരു വ്യക്തിയുടെ സന്തോഷത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഒന്നാണ് ഡോപ്പമൈൻ. അപ്പൊ എന്തിനാ ഇവിടെ ഡോപ്പമൈൻ്റെ കാര്യം പറഞ്ഞേ? ഈ ബ്ലോഗിങ്ങും യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും മദ്യവും ലഹരി പദാർത്ഥങ്ങളും അമിതമായ പ്രാർത്ഥനയും അമിതമായ ഭക്ഷണവും അമിതമായ രാഷ്ട്രീയവും അമിതമായ ചിന്തകളും അമിതമായ ജാതിമത ബോധങ്ങളും ഒക്കെ നമ്മുടെ തലച്ചോറിൽ അമിതമായി ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കും. ഡോപ്പമൈൻ്റെ അളവ് കൂടുമ്പോൾ അത് അഡിക്ഷനായി മാറുന്നു. ഞാൻ ഒന്നുകൂടെ പറയാണ്, വളരെ വ്യക്തമായി. ബ്ലോഗിങ്ങും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും മാത്രമല്ല നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ അധികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രാർത്ഥന അതധികമാകുമ്പോൾ അതുണ്ടാക്കുന്നത് അധികം പ്ലഷറാണ്. ഭക്ഷണം, ലഹരി പദാർത്ഥങ്ങൾ, ജാതി മത ചിന്തകളിൽ അമിതമായ താല്പര്യം, ഇതെല്ലാം നമ്മുടെ തലച്ചോറിലെ മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ്റെ അളവ് കൂട്ടും. ഡോപ്പമൈൻ്റെ അളവ് കൂടുമ്പോൾ അത് തലച്ചോറിന് കിട്ടുന്ന സുഖത്തിലും കൂടുതൽ ഉണ്ടാക്കും. തലച്ചോറിൽ ഉണ്ടാകുന്ന ഈ സുഖം പിന്നീട് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇപ്പോൾ വ്ളോഗിംഗ് നടത്തുന്ന ഒരാൾക്ക് അത് അധികമായി കഴിയുമ്പോൾ അയാളുടെ തലച്ചോറ് ഒരുതരം ആസക്തി, വ്ളോഗിംഗ് അഡിക്ഷൻ, മയക്കുമരുന്നിന് അടിപ്പെടുന്നത് പോലെ, മദ്യത്തിന് അടിപ്പെടുന്നത് പോലെ, സെക്സിന് അടിപ്പെടുന്നത് പോലെ ഒക്കെയുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ സയന്റിഫിക്കലി any activity that increases dopamine in our brain can leads to addiction. ഡോപ്പമൈൻ എന്ന ഈ രാസപദാർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മുടെ തലച്ചോറിൽ അഡിക്ഷൻ അഥവാ ആസക്തി അല്ലെങ്കിൽ അടിമത്തം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടുക എളുപ്പമല്ല. ബിക്കോസ് അഡിക്ഷൻ ഈസ് എ പെർമനന്റ് ഇൽനസ്. അഡിക്ഷൻ, ആസക്തി വിട്ടുമാറാത്തൊരു രോഗമാണ്. ദർ ഈസ് നോ ക്യൂർ, ഓൺലി ട്രീറ്റ്മെന്റ് അവൈലബിൾ. അപ്പം അതൊരു അപകടകരമായ അവസ്ഥയിൽ നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. നമ്മുടെ തലച്ചോററിയാതെ, നമ്മളറിയാതെ നമ്മൾ ആസക്തിയിലേക്ക് പോകും. അതാണ് ഈ ഡോപ്പമൈൻ വ്ളോഗിംഗ് തമ്മിലുള്ള ബന്ധം. ഇനി ആസക്തിയും തലച്ചോറും, അപ്പം നമ്മൾ ആസക്തിയിലേക്ക് നയിക്കപ്പെടും എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ അഡിക്ഷൻ പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയാണ്. മദ്യപിക്കുന്ന ആളോട് നിന്റെ കരൾ കേടായി, ഇനി നീ കുടിക്കരുത് എന്ന് നമ്മൾ പലരും പറയാറുണ്ട്. ബട്ട് ലെറ്റ് മീ ടെൽ യു, കരൾ കേടാകുന്നത് അല്ലാതെയും കേടാകും. ഉദാഹരണം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കോകോള അമിതമായി കഴിച്ചാൽ കരൾ കേടാവും. കൊളസ്ട്രോൾ കൂടിയാൽ കരളിന് കേടാണ്. തൈറോയിഡിൻ്റെ അളവ് കൂടിയാലും കരൾ കേടാകാം. പക്ഷെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ കേടാകുന്നത് ലഹരി പദാർത്ഥങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള അഡിക്ഷനിലൂടെയാണ്. അപ്പം തലച്ചോറ് കേടാകുന്ന തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളെയും 4 ലോബുകളുണ്ട്. ആ 4 ലോബുകളെയും ബാധിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ബ്രെയിൻ സ്റ്റം, ലിംബിക് സിസ്റ്റം ആൻഡ് സെറിബ്രൽ കോർട്ടക്സ്. ഈ 3 ഭാഗങ്ങളെയാണ് പ്രധാനമായും അഡിക്ഷൻ ബാധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വ്ളോഗിംഗ് ഒക്കെ നമ്മുടെ ഡോപ്പമൈൻ ലെവൽ കൂട്ടും. ഡോപ്പമൈൻ ലെവൽ കൂടുമ്പോൾ
അത് അഡിക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അഡിക്ഷൻ ആയാൽ അത് ബ്രെയിനെ ബാധിക്കും, ബ്രെയിനിലെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും. വിശേഷ്യ ബ്രെയിൻ സ്റ്റെമ്മിനെ, ലിംബിക് സിസ്റ്റത്തെ, സെറിബ്രൽ കോർട്ടക്സിനെ. ഇതാണ് ബ്രെയിൻ സ്റ്റെം. ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഹാർട്ട് റേറ്റിനെ, ബ്രീത്തിങ്ങിനെ, സ്ലീപ്പ്, ഈറ്റിംഗ്, ഉറക്കം, വിശപ്പ്, ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, ഇതിനെ പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ്. മൂവ്മെൻറ്റിനെ എല്ലാം ബാധിക്കും. മിഡ് ബ്രെയിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ബാധിക്കുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മിനെയാണ്. ഈ വ്ളോഗിങ്ങും അത് ലഹരിയായി മാറുമ്പോൾ തലച്ചോറിൻ്റെ ഈ ബ്രെയിൻ സ്റ്റെമ്മിനെ ബാധിക്കും. അമിതമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന കുട്ടികളിൽ സ്വാഭാവികമായും ഹൃദയമിടിപ്പ് കൂടും, അവന് ഉറക്കം കുറയും, അവന് വിശപ്പ് കുറയും. കാരണം അവന് അഡിക്ഷനാണ്. അവനൊറ്റ ചിന്തയേ ഉള്ളൂ, ഒറ്റ ആലോചനയേ ഉള്ളൂ, വ്ളോഗിങ് 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 വ്ളോഗിങ്. ഓ, ഇന്നെനിക്ക് ഇത്ര മണിക്ക് മുമ്പ് 2 എണ്ണം കൊടുക്കണം, എനിക്ക് എത്ര ലൈക്ക് കിട്ടും, എനിക്ക് എത്ര കമൻറ്റ് കിട്ടും, എനിക്കതെങ്ങനെ വൈറലാക്കാം. ആ ചിന്തയിൽ അയാളുടെ തലച്ചോറിലെ പ്രധാന ഭാഗമായ സ്റ്റെമ്മിനെ ബാധിക്കും. അത് ഉറക്കക്കുറവുണ്ടാക്കും, വിശപ്പ് കുറവുണ്ടാക്കും, അത് അയാളുടെ ഭക്ഷണ രീതിയെ ബാധിക്കും, അയാളുടെ ഹൃദയമിടിപ്പ് കൂട്ടും, ശ്വാസോച്ഛ്വാസ ഗതിയെ വരെ ബാധിക്കും. അത് പല രോഗങ്ങൾക്കും കാരണമാണ്. രണ്ടാമത് ബാധിക്കുന്നത് ലിംബിക് സിസ്റ്റമാണ്. ലിംബിക് സിസ്റ്റത്തിൽ വരുന്നതാണ് ഹിപ്പോകാമ്പസ്, അമിഗ്ഡല, ഹൈപ്പോതലാമസ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ലിംബിക് സിസ്റ്റം. മെമ്മറീസ്, നമ്മുടെ ഉത്തേജനങ്ങളെ, നമ്മുടെ ചിന്തകളെ ബാധിക്കുന്നതാണ്. അപ്പം സ്ഥിരമായി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും അഡിക്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നവരുടെ ഇമോഷൻ, വികാരങ്ങളെ ബാധിക്കും, അയാളുടെ ഓർമ്മയെ ബാധിക്കും, അയാൾക്ക് ഉണർന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള അയാളുടെ പ്രാപ്തിയെ, അയാളുടെ എബിലിറ്റിയെ ബാധിക്കും. ലിംബിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, അതൊരു പ്ലഷറബിൾ പ്രിൻസിപ്പിൾ ഉള്ള ഏരിയ ആണ്. അതായത് സുഖം കൂടുതൽ കിട്ടുന്ന ഭാഗമാണ്. അവിടെയാണ് ഈ ഡോപ്പമൈൻ ചെന്ന് ചാടുന്നതും അളവ് കൂടുന്നതും. അപ്പോൾ ഒരിക്കൽ ലിംബിക് സിസ്റ്റത്തിന് ഒരു സുഖം കിട്ടിയാൽ പിന്നെ ആ സുഖം ഉപേക്ഷിക്കാൻ ലിംബിക് സിസ്റ്റം തയ്യാറാകില്ല. ഈ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. മതപരാചാരങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ മറ്റ് ജോലിയിലോ പഠനങ്ങൾക്കോ ഒന്നിനും അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് മറ്റൊന്നും സുഖാനുഭൂതി നൽകുകയില്ല. ആകെ അവർക്ക് സുഖം കിട്ടുന്നത് ഈ ഒറ്റ കാര്യത്തിലൂടെയാണ്. അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുക, മൂന്നാമത്തെ പ്രധാനപ്പെട്ട അവയവം എന്താന്ന് നോക്കി, സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സിന്റെ ഒരു പ്രത്യേകത, അത് നമ്മളെ ചിന്തിപ്പിക്കുകയും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്ന ഭാഗമാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞ ദർശനങ്ങൾ, കാഴ്ച, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമുക്ക് കാണാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഒക്കെ തരുന്ന ഭാഗമാണ്. ആ ഭാഗത്തെയാണ് അഡിക്ഷൻ ബാധിക്കുക. വ്ളോഗിംഗ് ആയാലും ഇനി അത് പ്രാർത്ഥനയായാലും അഡിക്ഷനായി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയെ ബാധിക്കുന്നു, തീരുമാനങ്ങളെ ബാധിക്കുന്നു, കോഗ്നീഷനെ, അതായത് ബുദ്ധിശക്തിയെ വരെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ പറ്റുക? അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുന്നു, അയാളുടെ ചിന്തകളിൽ തകരാറ് സംഭവിക്കുന്നു, അയാളുടെ ഭാവിയെയും അയാളുടെ ജീവിതത്തെയും ബാധിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അഡിക്ഷൻ പ്രധാനമായും ബാധിക്കുന്നത് തലച്ചോറിൻ്റെ സ്റ്റെം, ലിംബിക് സിസ്റ്റം, കോർട്ടക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റിനെ മുതൽ മെമ്മറിയെ മുതൽ ഇച്ഛാശക്തിയെ വരെ ബാധിക്കുന്നു അഡിക്ഷൻ. വ്ളോഗിംഗ് ഒരു അഡിക്ഷനായി മാറിയാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതെന്താന്ന് ആരെങ്കിലും പറയാമോ?
ഹലോ ഹലോ കേൾക്കാം സാർ. ഈ ചിത്രം കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മുകളിൽ എഴുതിയിട്ടുണ്ട് അഡോളസൻ ബ്രെയിൻ. അത് ഈ ബ്രെയിൻ അഡോളസൻ ബ്രെയിൻ അല്ല അത്, പക്ഷെ അതിനെക്കുറിച്ച് പറയാനാണ്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? MRI active areas. Correct, you are right. Come on. ഗ്രേ മാറ്റർ കുറഞ്ഞു പോകുന്നു. വെരി ഗുഡ് ഒബ്സർവേഷൻ. താങ്ക് യു. ഒരു വെർച്വൽ ക്ലാപ്പ്. അങ്ങനെയൊക്കെ ആകാം നമുക്ക്. ഗ്രേ ഇത് കുറഞ്ഞ് അവസാനം അതൊരു ബ്ലൂ കളറായി മാറുന്നു കൂടുന്തോറും, അല്ലേ? അപ്പൊ അവിടെ 5 എന്ന് എഴുതിയേക്കണം, നിങ്ങൾ കണ്ടോ? ഇടതുവശത്താണ് 5. അത് കഴിഞ്ഞ് ഏജ് 12, 16, 20 എന്ന് എഴുതിയത് നിങ്ങൾ കണ്ടോ? കാണാമോ? കാണാം. അപ്പൊ 20 ആകുമ്പോഴാണ് നീല കളർ കൂടുന്നത്. 5-ാമത്തേൽ യെല്ലോ കളറാണ് കൂടുതൽ. ആ യെല്ലോ കളർ കുറഞ്ഞു വന്ന് 16 ആവുമ്പോൾ അതിന് ബ്ലൂ നിറം വരുന്നു. 20 ആവുമ്പോൾ യെല്ലോ ഇല്ലാതെ ആകുന്നു എന്നാണ്. എന്താണത്? എന്താ ഇത് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ബ്രെയിനിന്റെ വളർച്ച പൂർത്തിയാകുന്നത് 20-ാമത്തെ വയസ്സിലാണ്. We become a complete adult. Our brain development completes only at the age of 20. അതിൽ ഏത് ഭാഗമാണ് ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രീ ഫ്രണ്ട് ലോബ്, കോർട്ടക്സ് ഇരിക്കുന്ന ഭാഗം, നമ്മുടെ നെറ്റിത്തടം. അതിനെ ശാസ്ത്രജ്ഞർ പറയുന്നത് ദി CEO ഓഫ് അവർ ബ്രെയിൻ എന്നാണ്. നമ്മുടെ തലച്ചോറിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്രീ ഫ്രണ്ട് ലോബ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് 20-ാമത്തെ വയസ്സിലാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 12 വയസ്സുള്ള ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷന് വിധേയമായാൽ അയാളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നർത്ഥം. 5 വയസ്സിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ദുശീലങ്ങളാണെങ്കിൽ ആ ദുശീലം നമ്മുടെ 20-ാം വയസ്സാകുമ്പോഴേക്കും നമ്മളെ വല്ലാതെ ബാധിക്കും എന്നർത്ഥം. 16-ാം വയസ്സിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിപ്പെട്ടാൽ, നമ്മുടെ ബ്രെയിനെ അത് ബാധിച്ചാൽ അത് നമ്മുടെ ബ്രെയിനിന്റെ വളർച്ചയെ ബാധിക്കും എന്നാണ്. മറ്റൊന്നുള്ളത്, 20 വയസ്സ് പൂർത്തിയാകുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ ചിന്തകളും ശരിയായ തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ അപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്, കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആകുന്നത്. വാട്ട് ഈസ് ദ മീനിങ്? ഡു നോട്ട് മേക്ക് എനി ഡിസിഷൻസ് അണ്ടിൽ യു റീച്ച് 20. നിങ്ങൾ 20 ആകുന്നതിന് മുമ്പ് ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക എന്നാണ്. കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റാകാം. അതുകൊണ്ടാണ് നമ്മൾ പണ്ടുകാലം പോലെ പഠിപ്പിക്കുന്നത് കൗമാരക്കാർക്ക് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഗൈഡൻസ് വേണം. പക്ഷേ ഈ ബ്ലോഗിങ്ങും പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വന്നതോടുകൂടി കൗമാരക്കാർ അച്ഛൻ്റെ അമ്മയുടെയോ പുരോഹിതന്മാരുടെയോ അധ്യാപകരുടെയോ അഭിപ്രായങ്ങളെ തേടാറില്ല. കാരണം അവർക്കെല്ലാം അറിയാം. അവരിതുപോലെയുള്ള 12 വയസ്സും 10 വയസ്സിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തു പറ്റുകയെന്നറിയാമോ? അവർ ശരിക്കും ഡെവലപ്ഡ് ആകുമ്പോഴേക്കും, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും അവർ ഈ വ്ളോഗിങ്ങിന് അടിപ്പെടുന്നു. അവരുടെ തലച്ചോറിനെ ഗൗരവമായി ബാധിക്കുന്നു. Their growth is affected. ഈ ഗ്രോത്ത് അഫക്റ്റഡ് എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാസം, അയാളുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് IQ, EQ, SQ ആണ്. ആർക്കെങ്കിലും പറയാമോ IQ എന്താണ്, EQ എന്താണ്, SQ എന്താണ്? ഹലോ
നമുക്ക് അധികം സമയമില്ല, വേഗം തീർക്കണം. IQ, intelligent Yeah. quotient. Very good, you are right. And EQ? Emotional quotient. Yes. And SQ? Social quotient. എന്ന് പറഞ്ഞാൽ ബുദ്ധിവികാസമൊക്കെ 5 വയസ്സിലൊക്കെ വളരെ ഏകദേശം ആയി കഴിഞ്ഞു. ഇമോഷണൽ കോഷ്യൻ്റ് ഒക്കെ 16 കഴിഞ്ഞ് പതുക്കെ ആവുള്ളൂ. SQ എന്ന് പറയുന്ന ഒരു അഡൾട്ടിൻ്റെ ഗ്രോത്തിലാണ് 20 വയസ്സൊക്കെ ആകുമ്പോഴാണ് പൂർണ്ണമായി SQ ഉണ്ടാകുന്നത്. SQ എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രതിബദ്ധത, സമൂഹത്തോടുള്ള താല്പര്യം, സമൂഹത്തെ തിരിച്ചറിയാനുള്ള കഴിവ്. EQ എന്ന് പറഞ്ഞാൽ വികാരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇപ്പം ദേഷ്യം, പക, സെക്സ്, ഇതെല്ലാം വികാരങ്ങളാണല്ലോ, ഇതെല്ലാം ഇമോഷൻസ് ആണ്. അപ്പം ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു കംപ്ലീറ്റ് മനുഷ്യനാകുന്നത്. പക്ഷെ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. അതിനു മുമ്പ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പൂർണ്ണമായും ഡെവലപ്ഡ് ആകാത്ത നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ബ്ലോഗിങ്, യൂട്യൂബ് ചാനലുകൾ കാണുന്നതും അമിതമായി ഫേസ്ബുക്കിനും അടിപ്പെടുന്നതും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ തന്നെ ബാധിക്കുമെന്നും ദാറ്റ് വിൽ ബ്രിങ് നെഗറ്റീവ് ഇഫക്റ്റ് ഓൺ അവർ പേഴ്സണാലിറ്റി ഗ്രോത്ത്. അത് നമ്മുടെ വ്യക്തിത്വ വളർച്ചയെ ദോഷകരമായി ബാധിക്കും. അപ്പം നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെയിറ്റ് ടിൽ യു ഗെറ്റ് മച്ചുവേർഡ്. കുട്ടിക്കാലത്തെ അത് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് മുതിർന്നവർ ചെയ്യട്ടെ, നിങ്ങൾക്ക് അതിനകത്ത് അഭിനയിക്കാം, ബട്ട് ഡോണ്ട് ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. അപ്പം നിങ്ങളെ അതിൻ്റെ ഭാഗമാക്കി ഓക്കെ, പക്ഷെ നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുക. അത് നിങ്ങളുടെ ബ്രെയിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയിലേക്ക് കടക്കാണ്. കൗമാരക്കാരും വ്ളോഗും. കുട്ടികളായ നമ്മൾ ഇത്തരം വ്ളോഗിങ്ങിലൊക്കെ പെട്ടുപോയാൽ എന്താ സംഭവിക്കുക? നമ്മൾ നമ്മുടെ സമയം കൂടുതലും ഈ യൂട്യൂബ് കാണാനും ഫേസ്ബുക്ക് കാണാനും ഇൻസ്റ്റഗ്രാം കാണാനും ഈ സ്ക്രീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. അത് സ്ക്രീൻ അഡിക്ഷൻ എന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. വ്ളോഗിങ് അഡിക്ഷൻ മാത്രമല്ല, സ്ക്രീൻ അഡിക്ഷൻ ആകും. അതായത് എന്തും കണ്ടാലേ നമുക്ക് മനസ്സിലാകൂ, എല്ലാം ഒരു വിഷ്വൽ ലോകത്തിലേക്ക് നമ്മൾ മാറുന്നു. അങ്ങനെ വിഷ്വൽ ലോകത്ത് മാത്രം വിരാജിക്കുമ്പോൾ നമ്മുടെ തിങ്കിങ് എബിലിറ്റി, ചിന്തിക്കാനുള്ള ശേഷി കുറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാൽക്കുലേറ്റർ വന്നതിന് ശേഷം ഗുണനപ്പട്ടിക ആർക്കും അറിയില്ല. 6 6 എത്രയാ? 6 6 36 9 54 എന്ന് ഞങ്ങൾ ഗുണന പട്ടികയിൽ പഠിച്ചു. ഇന്നത്തെ കുട്ടികൾ കാൽക്കുലേറ്ററിൽ 9 ഗുണം 6 എന്ന് കണ്ടുപിടിക്കുക, അവന് ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. സോ ദിസ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് അഫക്ട്സ് യുവർ തിങ്കിങ് എബിലിറ്റി. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം ആപ്പിൾ വീണത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയത് ഒരു വലിയ തത്വമാണ്. അത്തരത്തിൽ ചിന്തിക്കുന്ന സോക്രട്ടീസ് എല്ലാ സായാഹ്നങ്ങളിലും യുവാക്കളുടെ അടുത്ത് നിന്ന് അരക്കലാമ്പ് കത്തിച്ച് അവരോട് ചോദിക്കുമായിരുന്നു, ഹൂ ആർ യു എന്ന്. അത്തരത്തിൽ താത്വികമായ ചിന്തകളും അത്തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വളരുവാൻ നമുക്ക് ഈ വ്ളോഗിങ്ങിനും ഇൻ്റർനെറ്റിനും അടിപ്പെട്ടാൽ സാധിക്കുകയില്ല. മാത്രമല്ല, ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ത് പറ്റുമെന്നറിയാമോ? മറ്റ് പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തും. ഈവൻ അച്ഛനോടും അമ്മയോടുമുള്ള ആർദ്രതയും സ്നേഹവും വാത്സല്യവും ഒക്കെ നമുക്കില്ലാതെയാകും. സമൂഹ പ്രതിബദ്ധതയില്ലാതാകും. ഈശ്വര ചിന്തയിൽ മാറ്റം വരും. ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തെ, ദ സൈക്കിൾ ഓഫ് ലൈഫ്, ജീവിത ചക്രത്തെ ബാധിക്കും. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ 13നും 18നും പ്രായമുള്ള കുട്ടികൾ 9 മണിക്കൂർ നെറ്റ്വർക്കിനും വീഡിയോ ബ്ലോഗ്സിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. ദാറ്റ് ഈസ് ടെറിഫിക്കലി അസ്റ്റോണിഷിംഗ്. ഭയങ്കരമായി അതിശയപ്പെടുത്തുന്നു. അതിശയപ്പെടുത്തുക മാത്രമല്ല, ഭീതിതമാണ്. അത് നമ്മളെ ഭയാനകമാക്കുന്നു.
കാരണം അവർക്കൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടാവില്ല. അവർ മുഴുവനും ഈ യാന്ത്രിക ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് മനുഷ്യന്റെ സങ്കടങ്ങളെയോ വേദനകളെയോ കഷ്ടപ്പാടുകളെയോ സന്തോഷങ്ങളെയോ തിരിച്ചറിയാൻ പറ്റില്ലാത്ത അവസ്ഥ. ദാറ്റ് ഈസ് ദ ഡേഞ്ചർ ഓഫ് സ്പെൻഡിങ് മോർ ടൈം ഇൻ വ്ളോഗ്സ്. അടുത്ത പോയിന്റ്, വ്ളോഗിങ് ആസക്തിയിലേക്ക് നയിക്കും. നമ്മളിങ്ങനെ സ്ഥിരമായി വ്ളോഗിങ്ങിന്റെ പിന്നാലെ പോയാൽ അത് കാണുന്നതും അത് ഉണ്ടാക്കുന്നതും രണ്ടും തുല്യമാണ്. കാരണം ഈയിടെ 2 സഹോദരന്മാരുടെ ആംബുലൻസ് വണ്ടി പിടിച്ചപ്പോ സർക്കാരിനെ തെറി പറഞ്ഞ എത്രയോ ചെറുപ്പക്കാർ കുട്ടികളുണ്ട്. 10 വയസ്സില്ലാത്ത ഒരു കുട്ടി ഫേസ്ബുക്കിലൂടെ സർക്കാരിനെ ആരും കേൾക്കാൻ കൊള്ളില്ലാത്ത അസഭ്യ ഭാഷയിൽ ചീത്ത വിളിക്കുകയായിരുന്നു. ദാറ്റ് മീൻസ് വാട്ട്? ആ ബ്ലോഗറിന്റെ അതേ അവസ്ഥയിലാണ് ആ കുട്ടിയും. ആ കുട്ടിക്കും അടിമത്തമുണ്ട്. കാരണം സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ കണ്ട് കുട്ടി ആ പ്രോഗ്രാമിന് അടിപ്പെട്ടുപോയി. അയാളുടെ അച്ഛൻ്റെ അമ്മയുടെ അയാൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതകളൊന്നും ആ കുട്ടി ചിന്തിച്ചില്ല. ഫേസ്ബുക്കിലൂടെ സർക്കാരിനെ തെറി പറയുകയാണ് ചെയ്തത്. വളരെ മോശമായ ഭാഷയിൽ ഇത്തരം ലാംഗ്വേജ്, ഇത്തരം ഒബ്സീൻ ലാംഗ്വേജ്, ഇത്തരം അസഭ്യമായ ഭാഷകൾ കുട്ടികൾ ഫേസ്ബുക്കിലൂടെ പറയുന്നു. അതൊരു വല്ലാത്ത അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഈ പഠനം വീണ്ടും അമേരിക്കയിൽ നടത്തിയതാണ്. ഇന്ത്യയിൽ നടത്തിയ പഠനങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. 92% കൗമാരക്കാർക്കും ഓൺലൈൻ നെറ്റ്വർക്കിൽ വ്യാപൃതരാണെന്നാണ്, ഫുൾ ടൈം. അതിൽ 52% ഫേസ്ബുക്ക് കാണുന്നവരാണ്, 66% സ്നാപ്പ് ചാറ്റാണ്, 59% ഇൻസ്റ്റഗ്രാമാണ്, 33% ട്വിറ്ററാണ്. ഇപ്പം ടെലിഗ്രാമും ക്ലബ് ഹൗസും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതലും യൂട്യൂബും ഫേസ്ബുക്കുമാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാം ഈയിടെ കൂടിയിട്ടുണ്ട്. അടുത്തത്, വ്ളോഗിംഗ് തമാശകളിലേക്കും അക്രമങ്ങളിലേക്കും നയിക്കുന്നു. ഹ്യൂമർ ഈസ് ഗുഡ്. തമാശ നല്ലതാണ്. ക്ലാസ്സിലാണ് തമാശ നല്ലതാണ്. പക്ഷേ ആ തമാശ ക്രൂരമായ തമാശയാവുമ്പോഴും മറ്റൊരുവന്റെ വേദനകളെ അവഗണിച്ചുകൊണ്ട് അവനെ പരിഹസിക്കുന്ന തരത്തിലേക്കുള്ള തമാശയാകുമ്പോഴോ. കാരണം നമ്മൾ ഈ വ്ളോഗിംഗുകാര് കാര്യം എന്താണെന്നറിയാതെ പല സംഭവങ്ങളും വൈറലാക്കി കളയും. വൈറലാക്കി കഴിയുമ്പോഴാണ് അറിയുന്നത് അത് തികച്ചും തെറ്റായിരുന്നു. ഈയിടെ നമ്മൾ കണ്ടതാണ് അനാഥാലയത്തിൽ അച്ഛനെ കൊണ്ടുവന്നാക്കി പോകുന്ന ഒരു മകന്റെ അവസ്ഥ. ബ്ലോഗർമാരും യൂട്യൂബുകാരും എല്ലാവരും ആ മനുഷ്യനെ വല്ലാതെ ചീത്ത വിളിച്ചു. ചീത്തവിളിയൊക്കെ കഴിഞ്ഞാണ് ആ അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരനായ പുരോഹിതൻ ഒരു ബ്ലോഗ് ഇടുന്നത്. അദ്ദേഹം സത്യം വെളിപ്പെടുത്തിയപ്പോഴാണ് മനസ്സിലായത് അച്ഛനെ അനാഥാലയത്തിലാക്കി പോയി മടങ്ങിപ്പോകുന്ന ആ മകന്റെ വേദനയുടെ വ്യാപ്തിയും ആഴവും. നോക്കുക നിങ്ങൾ, കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ, അതിൻ്റെ ഗൗരവം അറിയാതെ വ്ളോഗിങ്ങിനും അടിപ്പെട്ട ഇന്നത്തെ ചെറുപ്പക്കാര് പടച്ചുവിടുന്ന ഇത്തരം വീഡിയോകളും ഇത്തരം വാർത്തകളും എത്രയോ പേരുടെ ജീവിതം തകർക്കുന്നുണ്ട്. ക്രൂരമായ തമാശകൾ, അത് അക്രമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. കുടുംബങ്ങൾ തമ്മിൽ വഴക്ക്, കുട്ടികൾ തമ്മിൽ വഴക്ക്. ആരോ കൈപൊക്കി, എന്താണ് പറഞ്ഞോളൂ? ഹലോ, somebody raised the hand. എന്തെങ്കിലും ചോദിക്കാനാണോ? ഹലോ, നമുക്ക് വേഗം തീർക്കും ഞാൻ ഉടനെ. ഓക്കെ, അടുത്തത്, വ്ളോഗിംഗ് അപകടകരമായ ഓൺലൈൻ വെല്ലുവിളിയിലേക്ക് നയിക്കും. ചാലഞ്ചസ്. പല വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുക, വലിയ പുഴയിലേക്ക് എടുത്ത് ചാടുക, തീവണ്ടിക്ക് മുമ്പിൽ ചാടുക, അങ്ങനെയുള്ള അപകടകരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള ചാലഞ്ചസുകൾക്ക് വഴി തെളിക്കും. കാരണം എന്താ? വ്ളോഗർമാരെ പലരും ചാലഞ്ച് ചെയ്യും, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് അവർ ലൈഫ്. അത് നമ്മുടെ ജീവിതം തന്നെ എടുത്തു മാറ്റിയേക്കാം. നിങ്ങളുടെ വൈറൽ വീഡിയോകൾ, അതായത് നമ്മൾ വ്ളോഗിങ്ങിലൂടെ അയക്കുന്ന വീഡിയോകളെ മറ്റ് പലരും
വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് തന്നെ ദോഷമാകുന്ന തരത്തിലേക്ക് വൈറലാക്കിയേക്കാം. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ വളച്ചൊടിച്ച് വേറെ പല രീതിയിലും ആളുകൾ ചിലപ്പോൾ പറയും. മോർഫിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വീഡിയോയും എഡിറ്റ് ചെയ്യാനും അത് ഏറ്റവും അപകടകരമാണ്. നമ്മുടെ പേരിൽ ഇറങ്ങിയ വീഡിയോസ് അത് ആളുകൾക്ക് ദോഷം ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കിയത് മറ്റാരോ എടുത്ത് അത് മറ്റുള്ളവരെ ദോഷം ചെയ്യുന്ന തരത്തിൽ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ വന്നേക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ അത് ചിലപ്പോൾ നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുക ജയിലിലും നിയമപ്രശ്നങ്ങളിലേക്കും, ചിലപ്പോൾ നമ്മൾ രാജ്യദ്രോഹത്തിന് വരെ ശിക്ഷിക്കപ്പെട്ടേക്കാം. ചിലപ്പോൾ നമ്മൾ അത്തരത്തിലുണ്ടാകുന്ന ഭവിഷ്യത്തുകളുടെ അനന്തരഫലമായി നമ്മൾ ആത്മഹത്യയിലേക്ക് പോയേക്കാം. കാരണം ഈ വ്ളോഗിങ് അഡിക്ഷനായി കഴിയുമ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയും അത് നമ്മുടെ ചിന്താശേഷിയെ തകർക്കുകയും അത് നമ്മുടെ ജീവന് തന്നെ അപകടമാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായേക്കാം. വ്ളോഗിങ് നിങ്ങളുടെ പഠനത്തെ ബാധിച്ചേക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ വ്ളോഗിങ് അതൊരു കാലഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ വരുമാനങ്ങളൊക്കെ ചിലപ്പോൾ നിലച്ചു പോയേക്കാം. മാത്രമല്ല അതൊരു ജീവിതോപാധിയായി നമുക്കധികം നാൾ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വ്ളോഗിങ്ങിൻ്റെ പിന്നാലെ പോയാൽ അവൻ 10ാം ക്ലാസ് തോൽക്കാം, തുടർ പഠനത്തെ ബാധിച്ചേക്കാം. അപ്പോൾ ഒരു പഠനം പൂർത്തിയാക്കിയ ഒരാൾ ചെയ്യുന്നതും കൗമാരക്കാരൻ ചെയ്യുന്നതും കൗമാരക്കാരൻ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നതും സമയം ചെലവഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൗമാരക്കാരൻ്റെ ഭാവിയെ, അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ, അവൻ്റെ വളർച്ചയ്ക്ക് തന്നെ വിഘാതം സൃഷ്ടിച്ചേക്കാം ഇത്തരം വ്ളോഗിങ്. ഇതാണ് വെരി ഡേഞ്ചറസ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ആത്മഹത്യ 15 മിനിറ്റിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന നാടാണ് നമ്മുടേത്. ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. ലോകമെമ്പാടും ആത്മഹത്യകൾ കൂടി വരികയാണ് പല പ്രശ്നങ്ങളാൽ, സാമ്പത്തിക പ്രശ്നങ്ങളാൽ, മദ്യപാനവും മയക്കുമരുന്ന് പ്രശ്നങ്ങളാലൊക്കെ. ഈ വ്ളോഗേഴ്സിൽ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട്. കാരണം അവർ വിചാരിച്ച തരത്തിൽ അവരുടെ വീഡിയോകൾ വൈറലാകാതെ വരിക, അവർ കൊടുത്ത വാർത്തകൾ തെറ്റിപ്പോകുക, സമൂഹത്തിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുക, വ്ളോഗിങ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന തോന്നലുളവാക്കുക. ഇത്തരം അവസ്ഥകളിലൊക്കെ അവർ അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം. സൂയിസൈഡ് അതൊരു വലിയ പ്രശ്നത്തിന് സാധ്യതയുണ്ട്. നമ്മൾ പോയിന്റുകളെല്ലാം തീർന്നു. ഇനി 5-10 മിനിറ്റ് ഡിസ്കഷനാണ്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് എതിർപ്പ് പറയാം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബേസ്ഡ് ഓൺ സയൻസ്, ശാസ്ത്രീയ അടിത്തറയോടെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ വിളിച്ചു പറഞ്ഞതല്ല. ഞാൻ പല സൈറ്റുകളിൽ നിന്നും എടുത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, കമാൺ, ലെറ്റ്സ് സ്പെൻഡ് ടൈം എ ലിറ്റിൽ ബിറ്റ്. ഹലോ, ക്യൂ, ക്വസ്റ്റ്യൻ ആൻസർ ടൈം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ഉദ്ദേശിച്ച സമയത്തിന് നിർത്തി. ഹലോ, ഇതെന്താ നിങ്ങളാരും ആക്റ്റീവ് അല്ലാത്ത? നിങ്ങൾ യു ആർ നോട്ട് യൂസ് ടു ദിസ്? അതോ എന്നോട് വല്ല ദേഷ്യം തോന്നിയോ? ഹലോ. ഇല്ല സർ, ഞങ്ങൾ പ്രോസസ്സിംഗിലാണ്. ഓക്കെ 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 ഓക്കെ. ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചായിരുന്നോ മെസ്സേജിലൂടെ? സാർ കേൾക്കാമോ? ആ, കേൾക്കാം. സാർ, ഇപ്പോ സാർ ടീൻസിന്റെ അഡിക്ഷൻസിനെ പറ്റി പറഞ്ഞു. സാർ കവർ ചെയ്ത ടോപ്പിക്സ് വാസ് ഓൾമോസ്റ്റ് ടീൻസ്. നമ്മൾ ടീൻസ് ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ നമുക്കത് അഡിക്ഷനിലേക്ക് എത്തിപ്പെടാമെന്നായിരുന്നു. ഈ ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയുള്ള അവരുടെ അഡിക്ഷൻസ്, ഈ ഇപ്പോ ടീൻസ് മാത്രമല്ലല്ലോ വ്ളോഗിങ് ചെയ്യുന്നത്, ലൈക്ക് ഗ്രോൺ അപ്പ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി സാറൊന്നും പറഞ്ഞില്ല. ഓക്കെ, അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ടീൻസ് പറയാൻ കാരണം നിങ്ങൾ യുവാക്കൾക്ക് എടുത്തതുകൊണ്ടാണ്.
ഗ്രോണപ്സിന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബ്ലോഗിങ്ങിൽ പോയത് ടീനേജയിലാണെങ്കിൽ നിങ്ങൾ ഗ്രോണപ്പ് ചെയ്താലും അത് വളരെ അപകടം സൃഷ്ടിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടീനേജിൽ നമ്മുടെ ബ്രെയിൻ ശരിക്കും ഡെവലപ്ഡ് അല്ല. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനെ പെട്ടെന്ന് ബാധിക്കും. അഡൾട്ടിനെ അത്രയും ബാധിക്കില്ല. പക്ഷെ അഡൾട്ട് ചെയ്താലും ഈ ടീനിന് പറഞ്ഞ പല കാര്യങ്ങളും അഡൾട്ടിനും പ്രശ്നമാകാം. ഉദാഹരണത്തിന് അഡിക്ഷൻ ഉണ്ടാക്കാം. പക്ഷേ ഈ അഡിക്ഷൻ തിയറിയിൽ പറയുന്നത് ഏർലി യൂസ് ആണ് അഡിക്ഷനിലേക്ക് കൂടുതൽ നയിക്കുന്നത്. അതായത് പ്രായമാകുന്നതിന് മുമ്പേ തുടങ്ങുന്ന ഇത്തരം പ്രവൃത്തികളാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ്. അതിനർത്ഥം അഡൾട്ടിന് പ്രശ്നം ഉണ്ടാകില്ലെന്നല്ല. അഡൾട്ടിനെ ഇത് കൂടുതൽ ബാധിക്കുക അഡൾട്ട് പണത്തോടുള്ള ആർത്തി കൊണ്ട് പണത്തിന് വേണ്ടി എന്തു ചെയ്യും. ടീൻസ് അങ്ങനെയല്ല. ടീൻസ് പ്രശസ്തിക്കാണ് ശ്രമിക്കുന്നത്, വൈറലാകാൻ. അപ്പോൾ അതാണ് ഈ അഡൾട്ടും ടീനും തമ്മിലുള്ള വ്യത്യാസം. മറ്റൊന്നുള്ളത്, അഡൾട്ട് ഇതിനടിപ്പെട്ടാൽ അവരുടെ സമൂഹത്തോടുള്ള സമീപനം തന്നെ മാറും. ഉദാഹരണത്തിന് ആരെയും ചൂഷണം ചെയ്യാം, ആരെയും പറ്റിക്കാം എന്ന ഒരു പ്രവണത ഇതിനകത്ത് അഡിക്റ്റഡ് ആയാൽ ഉണ്ടാകാം, അമിതമായാൽ. അമിതമല്ലാതെ അഡൾട്ട് ഇത്തരം വ്ളോഗിംഗ് ഒക്കെ നടത്തുന്നത് തെറ്റാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അതിൽ ഞാൻ തെറ്റും കാണുന്നില്ല. കാരണം അത് വ്ളോഗിംഗ് ഹാസ് ബിക്കം എ പ്രൊഫഷൻ ടുഡേ. അതിന്നൊരു തൊഴിലായി മാറിയിരിക്കുന്നു. പക്ഷെ ആ തൊഴിൽ ചെയ്യേണ്ട പ്രായം, തൊഴിലിൻ്റെ എത്തിക്സ്, ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിന് ചില വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് തകർത്തുകൊണ്ടുള്ള അവസ്ഥയിലേക്ക് മറ്റ് തൊഴിലിനെ അപേക്ഷിച്ച് വ്ളോഗിങ്ങിന് കാരണമാകാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സോഷ്യൽ വർക്കറാണ്. ഞാനൊരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ എൻ്റെ തൊഴിലിന് ചില വാല്യൂസ് ഉണ്ട്, ചില എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് ഞാൻ ജോലി ചെയ്യാനുള്ള സാധ്യതകൾ വ്ളോഗിങ്ങുമായി ബന്ധപ്പെടുത്തുമ്പോൾ താരതമ്യം കുറവാണ്. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ വർക്ക് എനിക്ക് ഒരു അഡിക്ഷൻ ആകാൻ സാധ്യത കുറവാണ്. മറിച്ച് വ്ളോഗിങ് അഡിക്ഷൻ ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അഡൾട്ടിനും അത് അപകടം സൃഷ്ടിച്ചേക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ? താങ്ക് യു. ഓക്കെ. എനി മോർ ക്വസ്റ്റ്യൻസ്? യെസ് സർ. വ്ളോഗിങ് അഡിക്ഷൻ ഓൾറെഡി ഉള്ളവർക്ക് ഇപ്പൊ നമ്മളത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ആക്ഷനബിൾസ് എന്താണ്? അതായത് ടു റെഡ്യൂസ് യുവർ അഡിക്ഷൻ എന്താണ് ആക്ഷനബിൾസ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മദ്യപാനത്തിന് മയക്കുമരുന്നിന് ചികിത്സയുണ്ട്. പക്ഷെ വ്ളോഗിങ്ങിന് ഇപ്പോൾ ഒരു കോഴ്സ് മലേഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്നെ വിളിച്ചാണ് കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഈ മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ്റെ ഇൻ്റർനാഷണൽ ഹയസ്റ്റ് ഡിഗ്രി പാസ്സായ ആളാണ്. അപ്പോൾ ആ കോഴ്സിൽ അവർ പറയുന്ന ഞാൻ ആ കോഴ്സിന് പോയില്ല, കാരണം ഞാൻ ചെയ്യുന്ന കാര്യമായതുകൊണ്ടേ പോയില്ല. പിന്നെ അതിനുള്ള പണം മുടക്കാനുള്ള അവസ്ഥയല്ല ഇപ്പം. അപ്പോൾ ഇതിനകത്ത് ഒരു ടെക്നിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പ്രത്യേകം മരുന്നുകളില്ല. ഇപ്പം മദ്യമാണെങ്കിൽ ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡ്രഗ്സിനും ചില മെഡിസിൻസ് ഉണ്ട്. ഒരു ചെറിയ ശതമാനം മെഡിസിൻസ് സഹായിക്കും. പക്ഷെ വ്ളോഗിംഗ് പോലെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷനൊന്നും മരുന്നുകളില്ല. ഇതിനകത്ത് റീഷെഡ്യൂൾ യുവർ ലൈഫ്, ജീവിതത്തെ വീണ്ടും റീഷെഡ്യൂൾ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതിന് അഡിക്ഷനായി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അപ്പം അഡിക്ഷൻ ആയോ ഇല്ലേന്നറിയാൻ ചില ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കിൽ ഒന്നാണ്, വ്ളോഗിംഗ് ഇല്ലാത്ത ദിവസം നിങ്ങൾക്ക് സങ്കടം വരാറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ നിറവേറ്റാതെ വ്ളോഗിങ്ങിൻ്റെ പിന്നാലെ പോകാറുണ്ടോ? അതായത് ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക്, അഡൾട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് സ്കൂളിൽ ചേരേണ്ട ദിവസമാണ്. ആ കുട്ടിയുടെ കൂടെ നിങ്ങൾ പോകേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഈ വ്ളോഗിങ് ഇൻ്റർനെറ്റിൻ്റെ അഡിക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾ അതിന് പോകുന്നില്ല, നിങ്ങൾ ഇതിലേക്ക് പോയി. അത് നിങ്ങൾക്ക് അഡിക്ഷൻ ആയെന്നതിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തോട് താല്പര്യം കുറയുക. അതായത് ഇപ്പോൾ പെണ്ണ് കാണാൻ പോകണോ ചെറുക്കൻ കാണാൻ പോകണോ എന്ന് പറയുമ്പോൾ
അയ്യോ എനിക്കിന്ന് വ്ളോഗിംഗ് ഉണ്ട്, അതെടുക്കാൻ പോകണം എന്നും പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കർത്തവ്യങ്ങളെ നിറവേറ്റാതെ അതിൽ നിന്നും വ്യതിചലിച്ചു പോവുക, അതൊക്കെ വ്ളോഗിംഗ് അഡിക്ഷനായി എന്നതിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി ഡേഞ്ചർ, ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. സെക്കൻഡ്, റീഷെഡ്യൂൾ യുവർ ലൈഫ്, ജീവിതത്തിന് റീഷെഡ്യൂൾ ക്രമം ഉണ്ടാക്കുക. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ചിട്ടയുള്ളവൻ ശ്രേഷ്ഠൻ, ചിട്ടയില്ലാത്തവൻ ചെറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾ, ഒരു ടൈം ടേബിൾഡ് ജീവിതം ഉണ്ടാക്കുക. വ്ളോഗിങ് പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നില്ല, അതിനൊരു നിശ്ചിത സമയം മാറ്റിവെക്കുക. അപ്പോൾ അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. മൂന്നാമത് പറയുന്ന, അത് വ്ളോഗിങ്ങിന് മാത്രമല്ല, സ്ക്രീൻ അഡിക്ഷൻ മൊത്തം. ഈ ഫോണൊക്കെ നമുക്ക് അഡിക്ഷനാണല്ലോ. ചോറ് ഉണ്ണുമ്പോഴൊക്കെ നമ്മളിത് കാണാമല്ലോ അല്ലേ. എൻ്റെ അടുത്ത് 2 ഇരിപ്പുണ്ട്. ഇതൊക്കെ കാണാനുള്ള നമ്മുടെ പണി. അതിനെന്താ ചെയ്യാമെന്നറിയാമോ? ഒരു പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്, വാട്ട് ഈസ് കോൾഡ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. നിങ്ങൾ കേട്ടോ ഈ വാക്ക്? ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. എന്താ ഫാസ്റ്റിംഗ്? എന്താ ഫാസ്റ്റിംഗ്? കേൾക്കട്ടെ. നമ്മൾ ക്രിസ്ത്യാനികൾ ഫാസ്റ്റ് ചെയ്യണ ഇറച്ചി മീനും തിന്നൂല അല്ലേ. അതായത് ഇഷ്ടപ്പെട്ട കാര്യം ത്യജിക്കുക, അതാണ് ഫാസ്റ്റിംഗ്. അപ്പം നമ്മുടെ ക്രൈസ്തവ സഭയിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയാൻ കാരണം, അന്നൊക്കെ ഇറച്ചി മീനൊക്കെ വാങ്ങുന്നത് ആണ്ടിലും സംക്രാന്തിക്കുമായിരുന്നു. ഇറച്ചി മീനൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ ഇറച്ചി മീനൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഇറച്ചി മീനും ഫാസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, ഈ ക്രിസ്തുമസിന് നിങ്ങളൊരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നടത്തും. ഫോൺ വേണ്ട, 25 ദിവസത്തേക്ക് ഫോൺ ഉപയോഗിക്കില്ല. ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. അപ്പോൾ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് പൂർണ്ണമായിട്ടും നടത്താൻ അത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ടൈം വയ്ക്കുക. ഉദാഹരണം, കിടക്കുന്ന ഫോൺ കൊണ്ടു വയ്ക്കില്ല, ഉറങ്ങാൻ പോകുമ്പോൾ ഫോൺ ഓഫ് ചെയ്യും, ഭക്ഷണശാലയിൽ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കില്ല. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ പോവുകയാണ്, എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആ ഫോൺ വണ്ടിയിൽ ഇട്ടിട്ട് പോവുക. അതുപോലെ പ്രാർത്ഥന കഴിഞ്ഞ് തമാശ പറഞ്ഞിരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കില്ല. വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഫോൺ കയ്യിലെടുക്കില്ല. അങ്ങനെയുള്ള ചില നിബന്ധനകൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഡിജിറ്റൽ ഇഷ്യൂ ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ വ്ളോഗിങ് അമിതമാണെങ്കിൽ, അതായത് അഡിക്ഷൻ്റെ ലെവലും വിട്ടുപോയി എന്ന് തോന്നുകയാണെങ്കിൽ അയാളെ ഒരു സൈക്യാട്രിസ്റ്റിനെ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ, മൂഡ് ഡിസോർഡർ ഉള്ള ആളുകൾ, മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ താളത്തിൽ വ്യത്യാസം വരിക. അതായത് ചിലപ്പോൾ വളരെ ഹൈ ആയിരിക്കും, ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. ഭയങ്കര സങ്കടമായിരിക്കുന്ന ആൾ പെട്ടെന്ന് സ്വഭാവം മാറുക, അതൊരു മാനസിക രോഗമാണ്. ഈ വ്ളോഗിങ്ങിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിപ്പെടുന്നത് ഈ മൂഡ് ഡിസോർഡർ ഉള്ളവരാണ്. നമ്മുടെ പല രാഷ്ട്രീയക്കാർക്കും ഇതുണ്ട്, നമ്മുടെ ചില സിനിമാക്കാർക്കും ഉണ്ട്. ഈ മൂഡ് ഡിസോർഡറിൻ്റെ ഒരു അവസ്ഥാന്തരം കാണണമെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ട്, വടക്കുന്നാഥൻ. നിങ്ങൾ ആ സിനിമയൊന്നും കാണണം. അതിനകത്ത് വളരെ വ്യക്തമായി ലാലേട്ടൻ, മോഹൻലാൽ എന്നതിൻ്റെ കഥാപാത്രം മൂഡ് ഡിസോർഡർ ഉള്ള ഒരാളാണ്. അപ്പം ഈ മൂഡ് ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ ഇതുപോലെയുള്ള ഈ വ്ളോഗിങ്ങിലൊക്കെ പെട്ടുപോയാൽ അത് നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം അവസ്ഥയിൽ അവർക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്. ലിഥിയം പോലെയുള്ള ചില മരുന്നുകൾ, സോഡിയം വാൽപ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചില മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ കഴിച്ചാൽ മൂഡ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. മൂഡ് നിയന്ത്രിച്ചാൽ തന്നെ ഈ ഇത്തരത്തിലുള്ള അഡിക്ഷനിൽ നിന്ന് അയാൾക്കൊരു പരിധിവരെ വിട്ടു നിൽക്കാൻ സാധിക്കും. പിന്നെ ഒരു പ്രിക്കോഷൻ, ഒരു പ്രിവെൻഷൻ എന്ന നിലയിൽ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും സൂയിസൈഡോ മാനസിക രോഗമോ മയക്കുമരുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള വ്ളോഗിങ്ങിലേക്കൊന്നും ചെന്നുപെടരുത്. കാരണം നിങ്ങൾക്ക് അത് ഒരു അഡിക്ഷനായി മാറാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. യു ആർ പ്രോൺ, യു ആർ വൾണറബിൾ ഇഫ് യു ഹാവ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ആൻഡ് അഡിക്ഷൻ. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പോയിന്റാണ്. ഞാൻ ഒന്നോടെ പറയാണ്, ഇഫ് ദർ ഈസ് എ history of mental illness or addiction in your family, don't take up to
all these blogging addictions. കാരണം that can lead you to terrific addiction whereby you will not able to recover from this. മാനസിക രോഗമുള്ള കുടുംബങ്ങളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഇതുപോലെയുള്ള അഡിക്ഷനിലേക്ക് പോകാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. പോയാൽ അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകുക അസാധ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ക്ലിയർ ആയോ? സാർ, ഒരു ഡൗട്ട്. ബ്ലോഗിംഗ് അഡിക്ഷൻ ഈ പാൻഡമിക് അവസ്ഥയിൽ മാറ്റാൻ സാധിക്കുമോ? ബ്ലോഗിംഗ് അഡിക്ഷൻ ഈ അവസ്ഥയിൽ, ഈ പാൻഡമിക് അവസ്ഥയിൽ മാറ്റാൻ സാധിക്കും? തീർച്ചയായിട്ടും മാറ്റാൻ നോക്കണ്ട. അതായത് അത് ഒരു ഈവിൾ ആണെന്ന് ഞാൻ പറയില്ല. ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈവിൾ. അതുകൊണ്ട് ഞാൻ ഇത് അധികമാകുമ്പോഴാണ് ദോഷം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കാണുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് കാണുക. കൗമാരം വിട്ടതിന് ശേഷം മാത്രം അത് തുടങ്ങുക. പിന്നെ അതിൻ്റെ ദോഷങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുക. മറ്റൊന്നുള്ളത്, ഈ വ്ളോഗിങ്ങിന് അമിത സമയം കളയാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക. ഉദാഹരണം, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സമയം ചെലവഴിക്കുക, പഠനത്തിന് സമയം ചെലവഴിക്കുക, വിനോദത്തിന് സമയം ചെലവഴിക്കുക, പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുക. ബിക്കോസ് പ്രയർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. പ്രാർത്ഥന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുന്നതാണോ അതോ പാവങ്ങളെ സഹായിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതുപോലെ സമൂഹ പ്രതിബദ്ധതയോടെ സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പം നിങ്ങളിപ്പോൾ വ്ളോഗ് കാണുന്നയാളാണ്, പക്ഷെ നിങ്ങൾ മോസ്റ്റ് ഓഫ് യുവർ ടൈം സ്പെൻഡ്സ് ഓൺ അതർ തിങ്സ് ലൈക്ക് സ്പെൻഡിങ് വിത്ത് യുവർ ഫാമിലി, സ്പെൻഡിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്, സ്പെൻഡിങ് എ ലിറ്റിൽ ബിറ്റ് ടൈം ഫോർ പ്രയർ, spending some time for the society and other physical activities. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വ്ളോഗിങ്ങിനൊന്നും അടിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിനെ ഒരു ഈവിളായി കണ്ട് നമ്മൾ അതിനെ എതിർക്കണ്ട. ഇനി ഈവിളാണെങ്കിൽ തന്നെ അതിന് ഹിന്ദിയിലൊരു വാക്ക് ഞാൻ പറയാം. ഈ പിശാച് എന്നുള്ളത് ഒരു സത്യമായ യാഥാർത്ഥ്യമാണ്. ലൈക്ക് ഹിന്ദിയിൽ പറയും, അഗർ സാത്താൻ നാ ഹോത്തെ തോ ഈശ്വർ കൈസെ ഹോഗാ. അതായത് പിശാചില്ലെങ്കിൽ പിന്നെ ഈശ്വരൻ എവിടെ നിന്നുണ്ടാകുന്നത്? ഇനി ഐസക് ന്യൂട്ടന്റെ തിയറി അനുസരിച്ച് ഒരു ആക്ടിന് ഒരു എതിർ ആക്ട് ഉണ്ടല്ലോ. അപ്പോൾ ഈവിൾ ഈസ് ദെയർ, ബട്ട് വി ഷുഡ് ഏബിൾ ടു മേക്ക് എ ഡിസിഷൻ ബിറ്റ്വീൻ ദ ഈവിൾ ആൻഡ് ദ ഗുഡ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനെ ഒരു ഈവിളായി കണ്ട് പേടിച്ച് അതൊന്നും മാറി നിൽക്കണ്ട. നമ്മളൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. അമിതമാകാതെ നോക്കിയാൽ മതി. പക്ഷെ ടെൻഡൻസി ഉള്ളവർ തീർച്ചയായും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, അടുത്തത് anybody else? Okay. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ടൈം ടു സേ താങ്ക് യു. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ശല്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയോ എൻ്റെ മൊബൈൽ നമ്പർ എഴുതി എടുക്കുകയോ ചെയ്തോളൂ. ഏത് സമയത്തും എന്നെ വിളിക്കാം, എന്ത് ഹെൽപ്പിനും വിളിക്കാം. വിവാഹപൂർവ്വ കൗൺസിലിംഗ് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ വിവാഹപൂർവ്വ കൗൺസിലിംഗ് വേണമെങ്കിൽ വിളിക്കാമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം പാലായിൽ ഒരു പെൺകുട്ടി മൃഗീയമായി കൊല ചെയ്യപ്പെടുകയുണ്ടായി. പ്രണയം സെക്സായി മാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രണയത്തെ പ്രണയമായി കാണാനും പ്രണയം സെക്സിലേക്കുള്ള ഒരു വഴി മാത്രമാണെന്നും സെക്സ് പ്രണയത്തിലേക്കുള്ള വഴിയല്ലെന്നും നമ്മൾ തിരിച്ചറിയണം. പണ്ട് കാലത്ത്, എനിക്കിപ്പോൾ 56 വയസ്സായി, ഞാനൊക്കെ പ്രണയിച്ചിട്ടുണ്ട്. ആ പ്രണയിച്ച വ്യക്തിയെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രണയമാണെന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലിയിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ ആരെയും തിരിച്ചു തല്ലിയിട്ടുണ്ടാകില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾ പഴയ തലമുറയിലെ ആൾക്കാർ പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടു. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു മാർഗമായി അല്ല കണ്ടത്. അപ്പോൾ വി മസ്റ്റ് ലേൺ ടു സേ നോ
നോ പറയാൻ പഠിക്കണം. അത് പ്രണയിക്കുന്നവരോടായാലും ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവരോടായാലും ഇതുപോലെയുള്ള വ്ളോഗേഴ്സിനോടായാലും നോ പറയാൻ ഉള്ള കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനെയാണ് അസേർട്ടീവ് സ്കിൽസ് എന്ന് പറയുക. അപ്പോൾ അതിന് നമുക്ക് സാധിക്കട്ടെ. ഓക്കെ, എനിത്തിങ് എൽസ് വുഡ് യു ലൈക്ക് ടു ഷെയർ ഓർ എനിത്തിങ് ആസ്? Otherwise, I think it is time we can say, we can wind up. Thank you, sir, for your informative and valuable time. Yeah. Thank you, sir. Now, let me call upon Mr. Emil George Matthew from St. George Marthoma Church, Fort Kochi, to propose the vote of thanks. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്തിരി നാളുകൾക്ക് ശേഷം നമുക്ക് ഒന്നുകൂടി സൂം വഴി ആയാലും സെന്ററായിട്ടും യുവജന സഖ്യമായിട്ടും കൂടാൻ സാധിച്ചു. അതിന് ദൈവത്തെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റി തന്നെയാണ് സാറ് ഇന്ന് സംസാരിച്ചത്. അത് നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇന്ന് ഈ മീറ്റിംഗിലേക്ക് വന്നു ചേർന്ന മിസ്റ്റർ ഫ്രാൻസിസ് മൂത്തേടൻ റാഫേൽ സാറിനോടുള്ള വലിയ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. രണ്ടാമതായിട്ട് ഈ ഇന്നത്തെ ഹോൾഡ് ഓൺ മീറ്റിംഗിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അച്ഛന്മാരെയാണ് റെവറൻഡ് ജേക്കബ് വർഗീസ് അച്ഛൻ, റെവറൻഡ് എബ്രഹാം തോമസ്, റെവറൻഡ് സാമുവൽ ടി വർഗീസ് ആൻഡ് റെവറൻഡ് റോണ കോറ തോമസ് അച്ഛൻ. അച്ഛന്മാര് തരുന്ന സപ്പോർട്ട് കാരണമാണ് സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അച്ഛന്മാര് ഗൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാം ഫലപ്രദമായിട്ടും എഫക്റ്റീവായിട്ടും നടത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് റോണ കോറ തോമസ് അച്ഛൻ സെന്ററിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്നു. അച്ഛൻ യൂത്ത് ചാപ്ലിനും ആണ്. അപ്പൊ അച്ഛനാണ് ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഒരു മേൽനോട്ട് നയിക്കുകയും നമ്മൾ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അച്ഛനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മൂന്നാമതായിട്ട് ഇമ്മാനുവൽ മർത്തോമ ചർച്ച് തിരുവാങ്കുളം ഇന്ന് ഹോസ്റ്റ് ചെയ്തതും MC ചെയ്തതും നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്തതെല്ലാം അവരാണ്. അപ്പം അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ ഭംഗിയായിട്ട് എല്ലാം നടത്തി. അവസാനമായിട്ട് നമ്മുടെ സെന്ററിന്റെ ഭാരവാഹികൾ, അതായത് നമ്മുടെ സെക്രട്ടറി, ലേഡി സെക്രട്ടറി, അതേപോലെ തന്നെ മറ്റ് ഭാരവാഹികള്, സെന്റർ റെപ്രസെന്റേറ്റീവ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, അവരെല്ലാരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാനും എല്ലാം സാധിക്കുന്നത്. അവരോടുള്ള പ്രത്യേക നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ അവസരം തന്ന സെക്രട്ടറി ബ്ലെസൻ അച്ചാച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. Thank you, Emil. Let's welcome Reverend Samuel T. Varghese Achan for prayer and benediction. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ വിശുദ്ധ ദിവസം സായാഹ്നത്തിൽ സെന്റർ യുവജന സഖ്യമായിട്ട് കടന്നു വരുവാൻ അങ്ങ് നൽകി തന്ന ഏറിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ആദ്യോടന്തം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും കർത്താവെ വളരെ മീനിങ്ഫുൾ ആയിട്ടുള്ള വിഷയം കാലികമായിട്ട് പ്രസന്റ് ചെയ്യാൻ പ്രിയ ഫ്രാൻസിസ് മൂത്തേടൻ സാറിനെ അങ്ങ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും കർത്താവെ ഒരു നല്ല സമയം അങ്ങ് നൽകി തന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സെന്ററിന്റെ പ്രസിഡന്റ് അച്ഛനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മറ്റു പ്രിയപ്പെട്ട അച്ഛന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ സെന്റർ സെക്രട്ടറി, ലേഡി സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എല്ലാവരും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നാളുകൾ കർത്താവെ ഞങ്ങളൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കേറെ കർത്താവെ അങ്ങയുടെ ഗൈഡൻസ്, അങ്ങയുടെ നിയോഗം, അങ്ങയുടെ കർത്താവെ കൃപ എല്ലാം ആവശ്യം. അതുകൊണ്ട് ബുദ്ധിക്കതീതമായിട്ട്, ശക്തിക്കതീതമായിട്ട്
ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തുന്ന പ്രിയ ദൈവം, പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറയെ അതിശയകരമായിട്ട് ഈ നാളുകൾ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ തിന്മകളെ തമ്മിൽ വേർതിരിച്ചറിയാനായിട്ടുള്ള ദൈവകൃപ നൽകി കർത്താവെ, നിന്റെ മക്കളെ ഞങ്ങളെ എല്ലാവരും സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഇടകളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പ്രിയരെ നാം ഏവരോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ഇന്ന് നാം കേട്ട വളരെ സീരിയസ് ആയിട്ടുള്ള മീനിങ് ടോപ്പിക്കിൻ്റെ മേലും, നമ്മുടെ അനുദിന ജീവിതചര്യയുടെ മേലും, ചിന്തകളുടെ മേലും, പ്രവൃത്തികളുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് പിരിയാം. റോണച്ച എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സർ.